നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത്. നിങ്ങളെ 4 പേരും ഞങ്ങൾക്ക് ദയവായി അയച്ചു തരിക. 4 നക്ഷത്ര അയച്ചിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ശുക്രന്റെ ഈ വർഷത്തെ രാശിമാറ്റത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. 2025 10 രാശികളിൽ കൂടി ശുക്രൻ മാറി മാറി സഞ്ചരിക്കും. മുത്തിത്വേ വരികൽപ്പിത ശശഭൃതോ പത്മാ പുനർജന്മനാത്മയത്യാത്മവിധ. വൃശ്ചികൻ രാശിക്കാരന്റെ വിഷാദത്തിൽ കാലും അനിതവും കേട്ടവും വൃശ്ചികക്കൂറുകളെ പൊതുവെ അനുഭവം പറയാണ്. 10 രാശിമാറ്റം വരുന്നത് ഈ വൃശ്ചികൻ രാശിക്കാർക്ക് ഏറ്റവും നല്ലതാണ്. ഒന്നിൽ കൂടുതൽ ജോലി കിട്ടും, അല്ലെ ജോലി ഉണ്ടാകും. ആ ജോലിയിൽ കൂടി കൂടുതലായിട്ട് സാമ്പത്തികം നമുക്ക് വന്നു ചേരും. നഷ്ടപ്പെട്ടു പോയ ധനം നമുക്ക് തിരികെ കിട്ടും. പ്രണയിക്കുന്നവരുടെ ആഗ്രഹം നടക്കും. സിംഗിളായിട്ട് കഴിയുന്ന ചെറുപ്പക്കാർക്ക് നല്ല വിവാഹബന്ധങ്ങൾ വന്നു ചേരും. പുതിയ വസ്തുതകൾ മേടിക്കും. പൂർവ്വ സ്വത്ത് നമുക്ക് ലഭിക്കും. പിതൃ ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ പൂർവികരുടെ ദേവാലയ സന്ദേഹങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടയാകും. അന്നദാനം നടത്താനുള്ള സന്മനസ്സുണ്ടാവും. പുതിയ വലിയ വഴിപാടുകൾ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പുതിയ വലിയ അനുഭവങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വരും. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒന്നിനും എടുത്ത് ചാടരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും ആലോചിക്കണം ചെയ്യാൻ. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലോ അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലോ സാമ്പത്തികം മുടക്കിയാൽ അത് വേസ്റ്റായി പോകും. മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വീട്ടിലുള്ള പ്രായമുള്ളവരും പറയുന്ന അവരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പ്രവർത്തനങ്ങൾ പുനരുദ്ധീകരിക്കും. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ പണം നമുക്ക് ലഭിക്കും. പുതിയ വീടുണ്ടാവും. അതിനെല്ലാം ശുക്രനെ പ്രിയപ്പെടുത്തുക. നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രന് ചുവന്ന മാല, ചുവന്ന തുടയായ ശുക്രനമ്മ പുഷ്പാഞ്ജലി ഈ വഴിപാടുകൾ സുരക്ഷിതം നടത്താൻ ശ്രദ്ധിക്കണം. ഇതോടുകൂടി വൃശ്ചികൻ രാശിക്കാരെ ഫലം ഇവിടെ പൂർത്തീകരിക്കുന്നു.